Hi, welcome back to Winpoint Online Classes. It's me, Abdul Hasib. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 സുവോളജി ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് നടക്കുന്ന ഒരു കൂട്ടം അവയവങ്ങളെയാണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതല്ലാതെ വേറെയും ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അക്സസറി ഡക്സ്, അതേപോലെ തന്നെ അക്സസറി ഗ്ലാൻഡ്, അതേപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഈ 4 കമ്പോണൻ്റ് അടങ്ങിയ ഭാഗങ്ങളെയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പോണൻറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ പ്രൈമറി സെക്സ് ഓർഗൻ എന്നറിയപ്പെടുന്ന ടെസ്റ്റിസിനെ കുറിച്ചാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ടെസ്റ്റിസിനെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. അതിനുള്ള കാരണം 2 കാരണങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഒന്നാമത്തെ കാരണം നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. മെയിൽ ഗ്യാമെക്സ് അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ്. രണ്ടാമത്തത് ടെസ്റ്റിസിന് മറ്റൊരു ഫംഗ്ഷനും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെയിൽ ആൻഡ്രോജൻ, അതായത് മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാക്കുന്നത് അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലാണ്. ഏതാണ് ആ ഒരു ഹോർമോൺ എന്ന് പറയുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ടുള്ള മെയിൽ ആൻഡ്രോജൻ, മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണമായിട്ടുള്ള ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ടെസ്റ്റിസാണ്. ഈ 2 കാരണങ്ങളാണ് നമ്മൾ പ്രൈമറി സെക്സ് ഓർഗനായി ടെസ്റ്റിസിനെ കൺസിഡർ ചെയ്യാനുള്ള കാരണം. ഇനി നമ്മൾ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സാധാരണ ടെസ്റ്റിസ് കാണുന്നത് അബ്ഡോമനിലാണ്. ഈ അബ്ഡോമനിൽ നിന്ന് ഏകദേശം 8th month ഓഫ് പ്രഗ്നൻസിയുടെ ഒരു 8th month അല്ലെങ്കിൽ പാർച്ചുറേഷൻ സമയത്ത് ഈ ടെസ്റ്റിസ് മെല്ലെ ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങും. മെല്ലെ ഡിസെൻഡ് ചെയ്ത് ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്നും മറ്റൊരു പൗച്ചിലേക്ക് മാറും. ഈ പൗച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. ദാറ്റ് മീൻസ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പൗച്ചിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് പറയാം. എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് നമ്മുടെ ബോഡി ക്യാവിറ്റിയിൽ നിന്ന്, അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് ഇറങ്ങി പ്രത്യേക സ്ട്രക്ചറായിട്ടുള്ള ഒരു സഞ്ചിക്കകത്ത്, വൃഷ്ണസഞ്ചി അല്ലെങ്കിൽ സ്ക്രോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് മാറി നിന്നത്? അതിനെന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ട്. നമ്മളെ ബോഡി ടെമ്പറേച്ചർ നമുക്കറിയാം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കുറവായിരിക്കും നമ്മുടെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ്, ദാറ്റ് മീൻസ് സ്പേം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ വേണം. എത്ര ടെമ്പറേച്ചർ കുറയണം? 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറയണം. ഈ ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ക്രോട്ടമാണ്. അതായത് നമ്മളെ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് ഒരു ഔട്ടർ സർഫസിലേക്ക് അല്ലെങ്കിൽ ഔട്ടർ പൗച്ചിലേക്ക് ടെസ്റ്റിസ് മാറാനുള്ള കാരണം ഇതാണ്. സ്പെർമാറ്റോജെനിസിന് ആവശ്യമായ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള കാരണം. ഇനി നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറിലേക്കാണ്. ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഓവൽ ഷേപ്പിലാണ് ടെസ്റ്റിസ് കാണുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന് 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 2 to 3 സെൻറ്റിമീറ്റർ വീഴ്ത്ത് ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച് ടെസ്റ്റിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 250 കമ്പാർട്ട്മെൻറ്റ്. ഓരോ ടെസ്റ്റിസും 250ഓളം കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൊച്ചു കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. And this each testicular lobules contain 1 to 3 highly coiled small tubules called seminiferous tubules. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൻ്റെ ഉള്ളിലും ചെറിയ ചില കോയിലുണ്ട്, ചെറിയ ട്യൂബ്സ് ഉണ്ട്. ഈ ട്യൂബ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനെഫ്രസ് ട്യൂബ്യൂൾസ്. ഈ സെമിനെഫ്രസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ there are 2 types of cells. അവിടെ 2 ടൈപ്സ് സെല്ല് കാണാൻ പറ്റും. ഒന്നാമത്തെ സെല്ല് എന്ന് പറയുന്നത് മെയിൽ ജേം സെൽസ് ആണ്. ഈ മെയിൽ ജേം സെൽസിന് നമുക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണിൻ്റെ പ്രത്യേകത, ഈ സ്പെർമാറ്റോഗോണിയയാണ് ആദ്യം മൈറ്റോട്ടിക് ഡിവിഷനും പിന്നീട് മിയോട്ടിക് ഡിവിഷനും നടന്ന് എന്തായി മാറുന്നത്? സ്പേമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലിൽ നിന്നാണ്? സെമിനെഫ്രസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലുള്ള സ്പെർമാറ്റോഗോണിയ അല്ലെ മെയിൽ ജേം സെൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
രണ്ടാമത് സെല്ല് കാണുന്നത് എന്ന് പറയുന്നത് സെറ്റോളി സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സെല്ലാണ്. എന്താണ് ഈ സെറ്റോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ? ഇപ്പോൾ നിങ്ങൾ കാണുന്ന സെറ്റോളി സെൽസ് ആണ്. ഈ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന സ്പെർമാറ്റോഗോണിക്ക അല്ലെങ്കിൽ സ്പേമിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരെ ഫംഗ്ഷൻ? ഈ സെറ്റോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ. ഇനി നിങ്ങൾ നോക്കുന്നത് ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഔട്ട്സൈഡിലേക്ക് നോക്കുക. ഈ ഔട്ട്സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. കാരണം ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് ആയതുകൊണ്ടാണ് ഇതിനെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുക. ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നിങ്ങൾ സെർട്ടൻ സെൽസ് കാണാം, ഒരു പ്രത്യേക ടൈപ്പിലുള്ള സെൽസ് കാണാം. ഈ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, ഓൾസോ നോൺ ആസ് ലേഡി സെൽസ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറയും, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് ലേഡി സെൽസ്. എന്താണ് ലേഡി സെൽസിൻ്റെ ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ സെക്സ് ഹോർമോണാണ്. മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലേഡി സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ കാണുന്നത്. മാത്രമല്ല സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഔട്ടർ സർഫസിൽ ചില ഇമ്മ്യൂണിറ്റി കമ്പോണൻറ്റ് കൂടി കാണുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കമ്പോണൻറ്റും കാണുന്നത് ടെസ്റ്റിസിൻ്റെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടെസ്റ്റിസിനെ കുറിച്ചാണ്. ആദ്യത്തെ കമ്പോണൻറ്റ് ടെസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്സസറി ഡക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, ടെസ്റ്റിസ് ആണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്ത സ്പേമിനെ ബോഡിയുടെ ഔട്ട്സൈഡിലേക്ക് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അക്സസറി ഡക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ അക്സസറി ഡക്ട്സിൽ ഇൻക്ലൂഡ് ആകുന്നത് നോക്കാം. ഒന്നാമത്തെ റൂട്ടർ ടെസ്റ്റിസ്, രണ്ടാമത്തെ വാസ എഫറൻഷ്യ, മൂന്നാമത്തെ എപ്പിഡിഡിമിസ്, നാലാമത്തെ പാർട്ട് നമ്മൾ വാസ് ഡിഫറൻസ്. ഈ 4 ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്സസറി ഡക്ട്സ് എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈച്ച് ടെസ്റ്റിസ് കണ്ടെയ്ൻ 250 കമ്പാർട്ട്മെൻറ്റ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൻ്റെ ഉള്ളിൽ ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടല്ലോ. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൻ്റെ ഉള്ളിൽ എത്ര സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്? ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഇറഗുലർ ചേമ്പേഴ്സിൻ്റെ ഉള്ളിലേക്കാണ്. ഈ ഒരു ഇറഗുലർ ചേമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഇറഗുലർ ചേമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ടർ ടെസ്റ്റിസ്. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? റൂട്ടർ ടെസ്റ്റിസിലേക്കാണ്. ഇനി റൂട്ടർ ടെസ്റ്റിസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം, റൂട്ടർ ടെസ്റ്റിസിൽ നിന്ന് ഒരുപാട് ചെറിയ ട്യൂബ്സ് അറേസ് ചെയ്യുന്നത് കാണാം. വളരെ നേരത്തെ കുറേ കോയിലുകൾ അറേസ് ചെയ്യുന്നത് കാണാം. ഈ കോയിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ എഫറൻഷ്യ എന്ന് വിളിക്കുക. ഒരുപാട് കോയിലുകൾ ഉള്ളതുകൊണ്ടാണ് വാസ എഫറൻഷ്യ എന്ന് വിളിക്കുക. വാസ് എഫറൻസ് ആണെന്നാണ് സിംഗുലർ. ഒരുപാട് കോയിലുകൾ ഉള്ളതുകൊണ്ട് വാസ എഫറൻഷ്യ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഈ ഒരു വാസ എഫറൻഷ്യൻ്റെ പ്രത്യേകത, ഈ വാസ എഫറൻഷ്യ ജോയിൻ ചെയ്തിട്ട് അനദർ ഡക്റ്റ് ഫോം ചെയ്യും. ഈ ഡക്റ്റാണ് നമ്മുടെ തേർഡ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഏതാണ് തേർഡ് ഡക്റ്റ്? ഓക്കെ, യെസ്, നമ്മുടെ എപ്പിഡിഡിമിസ്. ഓക്കെ, ഈ എപ്പിഡിഡിമിസ് ഹൈലി കോൾഡ് ആയിട്ടുള്ള ഈ എപ്പിഡിഡിമിസിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സ്പേം താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നത് ഈ എപ്പിഡിഡിമിസിലാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ, നമ്മുടെ സ്പേമിൻ്റെ മച്ചുറേഷൻ എന്ന പ്രോസസ്സ്. സ്പേം അതിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ നിങ്ങൾക്കറിയാം, സ്പേമിന് മോട്ടൈൽ ആയിട്ടുള്ള നാച്ചർ ഉണ്ട്. അത് മാത്രമല്ല ഈ മൂവ്മെൻറ്റൊക്കെ ചെയ്യാനുള്ള അതിനൊരു ക്യാരക്ടർ, അതിലെ ഒരു മച്ചുറേഷൻ കിട്ടുന്നത് നമ്മുടെ എപ്പിഡിഡിമിസിൽ വെച്ചിട്ടാണ്. അപ്പോൾ എപ്പിഡിഡിമിസിൽ വെച്ചിട്ട് 2 ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. ഒന്ന്, എപ്പിഡിഡിമിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പേമിൻ്റെ മച്ചുറേഷന് അത് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് സ്പേം താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ എപ്പിഡിഡിമിസിലാണ്. ഇനി എപ്പിഡിഡിമിസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ് ഡിഫറൻസ്. ഓക്കെ, ഒറ്റ കൊല്ലാതെ കൊണ്ടാണ് വാസ് ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, ഈ വാസ് ഡിഫറൻസ് പിന്നീട് നിങ്ങൾ കാണുന്നത്, വാസ് ഡിഫറൻസ് നേരെ അസെൻഡ് ചെയ്യും. അസെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാ? അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് അസെൻഡ് ചെയ്യും. അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് അസെൻഡ് ചെയ്ത് അവിടെ നമ്മളെ യൂറിനറി ബ്ലാഡർ കാണാം. ഈ യൂറിനറി ബ്ലാഡറിന് മുകളിലൂടെ ഒരു ലൂപ്പായിട്ട് താഴോട്ട് ഇറങ്ങും. ലൂപ്പായിട്ട് താഴോട്ട് ഇറങ്ങി അത് മറ്റൊരു ഡക്റ്റുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പോവാണ്. മറ്റൊരു ഡക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഏതാണ് ഈ ഡക്റ്റ്? യെസ്, സെമിനൽ വെസിക്കിൾ അല്ലേ? മറ്റൊരു അക്സസറി ഗ്ലാൻസിൽ നമ്മൾ പഠിക്കുന്ന ആളാണ് സെമിനൽ വെസിക്കിൾ. ഈ സെമിനൽ വെസിക്കിളിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ട് ഏത് ഡക്റ്റ് കമ്പൈൻ ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു വാസ് ഡിഫറൻസ് കമ്പൈൻ ചെയ്ത് അത് പുറത്തേക്ക് പോകുന്നത്, അതായത് കണ്ടിന്യൂ ചെയ്യുന്നത് ആസ് എ ഇജാക്കുലേറ്ററി ഡക്റ്റ്.
അപ്പോൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇജാക്കുലേറ്ററി ഡക്റ്റ് ഫോം ചെയ്യുന്നത് നമ്മുടെ വാസ് ഡിഫറൻസ് ആരുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റുമായി ജോയിൻ ചെയ്തിട്ട് ഇത് എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു? ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് നേരെ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്ന ഈ പാർട്ടിലൂടെ, അതായത് യുറേറ്റർ, യൂറിനറി ബ്ലാഡർ നിന്നും കണക്ട് ചെയ്യുന്ന യുറേറ്റർ വഴി ഓപ്പൺ ചെയ്യുന്നു. ഈ ഓപ്പണിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയുടെ ഓപ്പണിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ മിയാറ്റസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡക്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡക്റ്റൽ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ ഒന്നുകൂടി പറയാണ്. ആദ്യം നമ്മുടെ സെമിനെഫ്രസ് ട്യൂബ്യൂൾസ്. ഈ സെമിനെഫ്രസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഇറഗുലർ ഫോൾഡിലേക്കാണ്, ഇറഗുലർ ചേമ്പേഴ്സിലാണ്. അതിന് നമ്മൾ വിളിക്കുക റിട്ടേർഡ് ടെസ്റ്റിസ് എന്ന് വിളിക്കും. ദെൻ റിട്ടേർഡ് ടെസ്റ്റിസ് കണ്ടിന്യൂസ് ആസ് എ വാസ എഫ്രൻഷ്യ. ഒരുപാട് നേർത്ത കോയിലുകളാണ് വാസ എഫ്രൻഷ്യ ഓപ്പൺ ഇൻ ടു അനദർ ഡക്ട് കോൾഡ് എങ്ങോട്ടാണ് വാസ എഫ്രൻഷ്യ ഓപ്പൺ ചെയ്യുന്നത്? എപ്പിഡിഡിമിസ്. ഓക്കെ, എപ്പിഡിഡിമിസ് നേരെ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. എപ്പിഡിഡിമിസ് വാസ് ഡിഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യും. വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഏത് ഡക്റ്റുമായിട്ടാണ്? കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെയാണ് നമ്മുടെ സെമൻ അല്ലെങ്കിൽ സ്പേം അടക്കമുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡക്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരൊക്കെ ഡിസ്കസ് ചെയ്തു? ടെസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ അക്സസറി ഡക്ട്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്സസറി ഗ്ലാൻസ്, മൂന്നാമത്തെ കമ്പോണൻറ്റ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് പാർട്ട്? അക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഓക്കെ, എന്താണ് ഈ അക്സസറി ഗ്ലാൻസിൻ്റെ പ്രത്യേകത? ഈ അക്സസറി ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സെക്രീഷൻസ് ഉണ്ട്. ഈ സെക്രീഷൻസ് നമ്മുടെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ചില സെക്രീഷൻസ് ആണ്. ഓക്കെ, എന്താണ് ഏതൊക്കെ ഗ്ലാൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. 3 ടൈപ്പ് ഗ്ലാൻസ് ആണ് ഈ ഒരു അക്സസറി ഗ്ലാൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്ലാൻഡ് പെയർ ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത് സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. മൂന്നാമത്തെ ഗ്ലാൻഡും പെയറാണ്. അതിന് നമ്മൾ വിളിക്കുക ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഓൾസോ നോൺ ആസ് കൗപ്പേസ് ഗ്ലാൻഡ്. ഈ 3 ഗ്ലാൻഡുകളാണ് നമ്മൾ അക്സസറി ഗ്ലാൻസ് എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഈ അക്സസറി ഗ്ലാൻസ് ഉണ്ടാക്കുന്ന ചില സെക്രീഷൻസ് ഉണ്ട്. ഈ സെക്രീഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ എന്ന് വിളിക്കുക. എന്താണ് ഈ സെമിനൽ പ്ലാസ്മ എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ സെമിനൽ പ്ലാസ്മക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ സെമിനൽ പ്ലാസ്മയും അതേപോലെ തന്നെ സ്പേമും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സെമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്പേം മാത്രമല്ല. ആ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുക സെമൻ അല്ലെങ്കിൽ ശുക്ലം എന്നാണ്. ഈ ഒരു സ്പേം സെമിനൽ പ്ലാസ്മയുമായി കൂടി ചേർന്നിട്ടാണ് ഈ സെമൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെമിനൽ പ്ലാസ്മയുടെ പ്രത്യേകത എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ സെമിനൽ പ്ലാസ്മ റീപ്രൊഡക്ഷനെ അല്ലെ സ്പേമിനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സ്പേമിൻ്റെ യഥാർത്ഥമായ ഫംഗ്ഷന്, സ്പേമിൻ്റെ കറക്റ്റ് ഫംഗ്ഷന് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സെമിനൽ പ്ലാസ്മയിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഫ്രക്ടോസ് ഉണ്ട്. ഈ ഒരു സ്പേമിന് ആവശ്യമായ മോട്ടിലിറ്റി കൊടുക്കാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള ഫ്രക്ടോസ് ഈ ഒരു സെമിനൽ പ്ലാസ്മയിലുണ്ട്. അതേപോലെ തന്നെ ചില എൻസൈംസ് ഉണ്ട്. അതേപോലെ ഏറ്റവും കാൽസ്യം ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് നിങ്ങളുടെ സെമിനൽ പ്ലാസ്മ. അതുകൊണ്ട് തന്നെ സെമിനൽ പ്ലാസ്മക്ക് 3 ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് ആക്ട് ആസ് എ മീഡിയം ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേം. അതായത് സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മീഡിയമായി ഇത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സ്പേം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെ സ്പേമിൻ്റെ മോട്ടിലിറ്റി ആ ഒരു സമയത്ത് സ്പേം മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനാവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ നമ്മുടെ സെമിനൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമതൊരു ഫംഗ്ഷനും കൂടി സെമിനൽ പ്ലാസ്മയ്ക്ക് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫീമെയിൽ ജെനറ്റൈൽ ട്രാക്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഭാഗമായ യൂട്രസ്. ഈ യൂട്രസിൽ നോർമലി ഒരു സാധാരണയായിട്ട് കാണുന്നത് അസിഡിക് pH ആണ്. അസിഡിക് ആയിട്ടുള്ള നാച്ചറാണ് സാധാരണയായി കാണിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ ഈ ഒരു സെമിനൽ പ്ലാസ്മയ്ക്ക് ആൽക്കലൈൻ pH ആണ്. ഈ ആൽക്കലൈൻ pH ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ, അതായത് യൂട്രസിലുള്ള അസിഡിക് pHനെ കൗണ്ടറാക്ട് ചെയ്യാൻ ഈ ഒരു സെമിനൽ പ്ലാസ്മ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ. ഈ 3 ഫംഗ്ഷനാണ് സെമിനൽ പ്ലാസ്മനെ കുറിച്ച് നിങ്ങൾ പറയുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കൗപ്പേസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ
അതിന് വേറെ പേര് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഈ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ലൂബ്രിക്കൻ്റ് ഫ്ലൂയിഡ് ഉണ്ട്. എന്താണ് ഈ ലൂബ്രിക്കൻ്റ് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത? ഈ ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇജാക്കുലേഷൻ തൊട്ട് മുമ്പാണ്. എന്താണ് ഇജാക്കുലേഷൻ? സെമൻ പുറത്തേക്ക് വരുന്ന അല്ലെ സെമൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേഷൻ എന്ന് പറയാം. ഈ ഇജാക്കുലേഷൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഈ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. ഈ ഫ്ലൂയിഡ് എന്താണ് ചെയ്യാന്നറിയോ? ഈ ഇജാക്കുലേഷൻ സമയത്ത് അല്ലെങ്കിൽ പെനിസിനെ മാക്സിമം ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൗപ്പേസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, കൗപ്പേസ് ഗ്ലാൻഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ജസ്റ്റ് ഇജാക്കുലേഷൻ്റെ സെമൻ ഇജാക്കുലേഷന് ജസ്റ്റ് ബിഫോറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ പെനിസിനെ ലൂബ്രിക്കേറ്റ് ആക്കി മാറ്റാൻ ഈ ഒരു ഫ്ലൂയിഡ് സഹായിക്കുന്നു എന്നുള്ള പോയിന്റും കൂടി നിങ്ങളെ മനസ്സിൽ വെക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത്രയാണ് നമുക്ക് നമ്മുടെ അക്സസറി ഗ്ലാൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ 4ാമത്തെ ഭാഗം എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ജെനിറ്റാലിയയാണ് നമ്മൾ പെനിസ് എന്ന് വിളിക്കുന്നത്. ഈ പെനിസാണ് നമ്മുടെ കോപ്പുലേറ്ററി ഓർഗൻ എന്നറിയപ്പെടുന്നത്. അതായത് മെയിൽ ഫീമെയിൽ സെക്ഷൽ കോയിറ്റസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് പെനിസാണ്. ഓക്കെ, അപ്പോൾ പെനിസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പെനിസിന് ഇറക്റ്റൈൽ നാച്ചർ ഉണ്ട്, ഇറക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള നാച്ചർ ഉണ്ട്. എന്താണ് ഇറക്റ്റൈൽ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് പെനിസ് ഇറക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് നമ്മുടെ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ സെമൻ സ്പേം ഔട്ടർ സർഫസിലേക്ക്, ബോഡിയുടെ ഔട്ടർ പാർട്ടിലേക്ക് വരുന്നതിന് സഹായിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്നത് പെനിസ് നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇറക്റ്റൈൽ ആയിട്ടുള്ള സ്പോഞ്ചി ടിഷ്യൂ ആണ്. ഈ ഇറക്റ്റൈൽ സ്പോഞ്ചി ടിഷ്യൂവിൻ്റെ പ്രത്യേകത നമ്മുടെ സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഈ സെക്ഷൽ സ്റ്റിമുലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ നെർവസ് സിസ്റ്റമാണ്. ഈ നെർവസ് സിസ്റ്റം സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സ്പോഞ്ചി ടിഷ്യൂസിലേക്ക് ഹൈലി ബ്ലഡ് വന്ന് ഫില്ലാവും, ബ്ലഡ് നന്നായി വന്ന് നിറയും. ഈ വന്ന് നിറയുന്നതാണ് ഈ സ്പോഞ്ചി ടിഷ്യൂസ് ബ്ലഡ് നിറയുന്നതോട് കൂടി ഇറക്റ്റൈൽ നാച്ചറിലേക്ക് മാറും. ഈ സ്പോഞ്ചി ടിഷ്യൂ ഇറക്റ്റൈൽ ആവുന്ന സമയത്ത് ഓൾറെഡി പെനിസും ഇറക്റ്റൈൽ നാച്ചറിലേക്ക് വരും. ഇത് നമ്മുടെ ഇജാക്കുലേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിന് കൂടെ ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പെനിസിൻ്റെ അറ്റഭാഗം, അതായത് ഒരു കോണിക്കൽ ഷേപ്പിലാണ് ഇതിൻ്റെ അറ്റഭാഗം, അഗ്രഭാഗം കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്ന് വിളിക്കുക. ഈ ഗ്ലാൻസ് പെനിസിൻ്റെ അറ്റത്ത്, അതായത് ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിൻ സ്കിൻ ഫോൾഡ് ഉണ്ട്. ഈ ഫോൾഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ. ഓക്കെ, ഫോർ സ്കിൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റാലിയനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ പെനിസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ ഓർത്തിരിക്കുക. ടെസ്റ്റിസ് നമ്മൾ പറഞ്ഞു, ദെൻ അക്സസറി ഡക്സിനെ കുറിച്ച് പറഞ്ഞു, ദെൻ അക്സസറി ഗ്ലാൻസ്, ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതോടുകൂടി നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യും. അതുവരെ ബൈ.